പി രാമകൃഷ്ണൻ KPCC ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാമകൃഷ്ണൻ, എന്താണ് ഒരു പക്ഷേ അവസാന നിമിഷം PK രാഗേഷ് മുന്നോട്ട് വെച്ച ചില ഉപാധികൾ? അദ്ദേഹം അടിയുറച്ചെന്ന് കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ആണ് അവസാനവും അദ്ദേഹം പറഞ്ഞുകൊണ്ട് എൻ്റെ ചില ഉപാധികൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു, അത് അംഗീകരിക്കുന്നെങ്കിൽ അംഗീകരിക്കാം. ആ ഒരു നിലപാടിനെ താങ്കൾ എങ്ങനെയാണ് അവസാന നിമിഷവും കാണുന്നത്? ഉപാധി ഇതുവരെ ഉന്നയിക്കാത്തതായിരുന്നു. സുമാ ബാലകൃഷ്ണനെ മാറ്റിയാൽ ഞാൻ പിന്തുണ കൊടുക്കാം. ഇത് നടപ്പിലാക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് തന്റെ മനസ്സിനകത്തുള്ള അടവ് നയം നടപ്പിലാക്കാൻ വേണ്ടിയാണോ രാകേഷ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലും രാകേഷിന്റെ ആ നിലപാട് ശരിയല്ല. ഞങ്ങൾ രാകേഷിനോട് ഇന്നലെ ഞാനും നൂറുദ്ദീൻ സാഹിബും സതീശൻ പാച്ചേരിയും ഒക്കെ വളരെ മണിക്കൂറുകളോളം സംസാരിച്ചു. ആ സമയത്തൊന്നും സുമാ ബാലകൃഷ്ണന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നലെ രാവിലെ 9 മണിക്ക് അത്തരമൊരു ആവശ്യം ഉന്നയിച്ചത് ഒരു തരത്തിലും അത് ശരിയായൊരു നിലപാടല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ രാമകൃഷ്ണൻ, അവിടെ ഒരുപക്ഷെ നിങ്ങൾ ഈ പറയുന്ന ചർച്ചയിലടക്കം എല്ലാ കാര്യങ്ങളും രാകേഷ് മുന്നോട്ട് വെച്ച കാര്യങ്ങളെ എല്ലാം പരിഗണിച്ചു, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ പരിഗണിച്ചു എന്ന് നിങ്ങൾ പറയുമ്പോഴും രാകേഷ് വ്യക്തമാക്കുന്നുണ്ട് അതിനൊന്നും തന്നെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഉപാധികൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കുക പോലും, അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള കാര്യങ്ങളിൽ പോലും ഒരു ചെറിയ തോതിലെങ്കിലും അവിടെ പോലീസ് SIA അടക്കം മാറ്റുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു എന്ന് പല വിഷയങ്ങളിൽ പോലും ശരിയായ ഒരു സമീപനം വേണ്ട രീതിയിൽ നിങ്ങൾക്ക് സമമായ ചർച്ചകൾക്ക് അല്ലെങ്കിൽ പൂർണ്ണത വരുത്തണമെന്ന യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളോ നിലപാടുകളോ ഇല്ലായിരുന്നു എന്നാണ് PK രാഗേഷ് ആവർത്തിക്കുന്ന അവസാന നിമിഷവും. KPCC പ്രസിഡന്റ് ഒരു കാര്യം വളരെ വ്യക്തമായും പത്രങ്ങളിലൂടെയും ചാനലിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉപാധി വെച്ച് ഒരു വിമതനെയും സ്വീകരിക്കേണ്ട കാര്യമില്ല എന്നതാണ് KPCC പ്രസിഡന്റ് നിലപാട്. പക്ഷേ എങ്കിലും ഓരോ ജില്ലയിലും അതാത് ജില്ലയിലെ സാഹചര്യം അനുസരിച്ച് നിലപാടുകൾ അതാത് DCCകൾക്ക് കൈക്കൊള്ളാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാകേഷ് ഉന്നയിച്ച ഉപാധികൾ പലതും അംഗീകരിക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് അംഗീകരിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു സംഘടനയല്ലേ, പപ്പടം വാശിയെടുക്കുന്ന പോലെ എല്ലാം പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പൊ അതിന് സാവകാശം വേണം. തീർച്ചയായും രാകേഷിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കാം, ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഒഴികെ എന്നാണ് കർശനമായി പറഞ്ഞത്. ആ സമയത്തും രാകേഷ് സുമാ ബാലകൃഷ്ണ മാറ്റിയാൽ പരിഗണിക്കാം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടില്ല. ഇത് 24 മണിക്കൂറിൽ ഇന്ന് 9 മണിക്ക് മാത്രമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. അതൊരു തരത്തിലും ഭൂഷണമല്ല. രാകേഷ് ഇപ്പോൾ കൈക്കൊള്ളുന്ന തീരുമാനം ആത്മഹത്യാപരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ശ്രീ പി രാമകൃഷ്ണൻ, ജില്ലയിലെ പ്രബലരായ അല്ലെങ്കിൽ പ്രമുഖരായ വ്യക്തികൾ ആരെങ്കിലും തന്നോട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളെങ്കിലും നടന്നിരുന്നെങ്കിൽ നിങ്ങൾ അവർ പറയുന്നത് പോലെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനത്തിലേക്ക് PK രാഗേഷ് പോകില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങല്ല മറുപടി പറയേണ്ടതെങ്കിലും ഞാൻ പറഞ്ഞത് ഐ ഗ്രൂപ്പിന്റെ പ്രബലനായ സുധാകരൻ അടക്കമുള്ളവരുടെ നിലപാടുകൾ ഇതിലൊക്കെ തന്നെ ഈ ദൗർഭാഗ്യമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടില്ലേ? അതാണ് PK രാഗേഷും ചോദിക്കുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല, ഞാൻ ഗ്രൂപ്പിന്റെ പേരല്ല ഞാൻ പറഞ്ഞത്. ഗ്രൂപ്പ് തരംതിരിച്ചിട്ടല്ല, ജില്ലയായാലും KC ജോസഫ് ആയാലും ഞാനായാലും ഗ്രൂപ്പ് നോക്കിയല്ല ശ്രീ രാമകൃഷ്ണൻ, ഗ്രൂപ്പ് നോക്കിയല്ല. പക്ഷേ ഗ്രൂപ്പ് ഒരു വിഷയമേ അല്ല. പക്ഷേ ഈ പറയുന്ന കേസ് സുധാകരനെ പോലെയുള്ള പ്രബലനായ നേതാക്കന്മാർ ഒരുപക്ഷെ കണ്ണൂർ എന്ന് കാണുമ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൊണ്ട് അവരെ പോലെയുള്ള നേതാക്കളെങ്കിലും തന്നോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിൽ താൻ പിന്മാറുമായിരുന്നു എന്ന സൂചന കൂടി PK രാഗേഷ് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അനാവശ്യമായി സുധാകരനെ വലിച്ചെറിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ എല്ലാം കൊടുത്ത് ഉറപ്പല്ലേ, ആ ഉറപ്പ് പാലിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ലേ? എന്തുകൊണ്ട് രാകേഷിനെ വിശ്വസിച്ചുകൂടാ? ഞങ്ങൾ ഇന്നലെ KC ജോസഫ് ഒന്നിലധികം തവണ രാകേഷുമായി ബന്ധപ്പെട്ടു, ഉറപ്പ് പാലിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലും ആ സമയത്തും സുമാ ബാലകൃഷ്ണൻ പേര് രാകേഷ് പറഞ്ഞിട്ടില്ല. ശ്രീരാമകൃഷ്ണൻ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന താങ്കളെ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ PK രാഗേഷ് അവസാനം വന്ന് മറുപടി നൽകിയ വാചകങ്ങളായിരിക്കും ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊരു വ്യക്തത വേണം. എന്തുറപ്പാണ് ഒരുപക്ഷെ നിങ്ങൾ ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ KPCCയോ PK രാഗേഷിന് നൽകിയത് വെച്ച ഉപാധികളിൽ? അല്ലല്ല ഞാൻ പറഞ്ഞല്ല, PK രാഗേഷ് പറഞ്ഞ ഉപാധികൾ. അല്ലല്ല ഞാൻ
വ്യംഗ്യാർത്ഥത്തിലല്ല ശ്രീരാമകൃഷ്ണൻ, ഞാൻ വ്യംഗ്യാർത്ഥത്തിലല്ല പറഞ്ഞത്. അവിടെ രാകേഷ് വെച്ച ഉപാധികൾ, ഈ പറയുന്ന എസ് ഐയോടുള്ള നിലപാട്, അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് ജില്ലാ നേതൃത്വത്തിൽ പുനഃപരിശോധന വേണം തുടങ്ങി ഇത്തരം രാകേഷ് മാധ്യമങ്ങളിലൂടെ അറിയിച്ച കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് മറുപടിയാണ് നൽകിയത്? ഇതാണ് എന്റെ ചോദ്യം. അത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മറുപടി. അതിപ്പോ നിങ്ങളോട് ലോകത്തോട് പറയാൻ പറ്റുമോ എന്താ മറുപടി കൊടുത്തത്? സംഘടനക്കകത്തുള്ള കാര്യമാണ്. അത് രഹസ്യമല്ല, അത് പരസ്യമായ കാര്യമാണ് ശ്രീരാമകൃഷ്ണൻ. രാകേഷ് ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം സംഘടനയും സർക്കാരും നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് പുറത്തുകൊണ്ടല്ല. അത് പക്ഷേ രാകേഷിനോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു, ആ ആവശ്യങ്ങൾ മുഴുവൻ തന്നെയും ഒന്നൊഴിച്ച് ഡെപ്യൂട്ടി മേയർ പദവി എന്ന സ്ഥാനം ഒഴിച്ച് എല്ലാം നടപ്പിലാക്കും, പാലിക്കും. അത് പെട്ടെന്ന് ദോശ ചുട്ടെടുക്കാനുള്ളതല്ല. അത് അല്പം സാവകാശം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോലും ഒരുപക്ഷെ ആ തരത്തിൽ പോലും ഒരു ചർച്ചയ്ക്ക് പോലും നിങ്ങൾ മുതിർന്നില്ല എന്ന ഒരു നിലപാടാണ്. എന്തായാലും ലീഗിന് അവകാശപ്പെട്ടതാണ് 10. ഒരുപക്ഷെ അതിന്റെ അവകാശവാദം ഉന്നയിക്കാൻ പോലും രാകേഷിന് കഴിയില്ല. രാകേഷ് കളിച്ച കളികളെല്ലാം പറഞ്ഞോളൂ. ഇതൊരു UDF സംവിധാനമല്ലേ, അതിൽ മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയല്ലേ. അപ്പൊ ആ മുസ്ലിം ലീഗിന്റെ സ്ഥാനം കോൺഗ്രസ് ഒരു കക്ഷിയെടുക്കുന്നത് നടക്കുന്ന കാര്യമാണോ അത്? അതായത് അവസാന നിമിഷവും രാകേഷ് നടത്തിയത് വിലപേശൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു താങ്കൾ ഈ നിമിഷത്തിൽ? അതെ, ഒരു വിലപേശ തന്ത്രമാണ്. അതൊരു പക്ഷേ ഏത് അർത്ഥത്തിലേക്കൊക്കെ ഇതിന്റെ ഇമ്പാക്ട് പോയേക്കാം. കാരണം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം, ഞാൻ ഒരു കാര്യം പറയാം, രാകേഷ് ഇപ്പോൾ കൈക്കൊള്ളുന്ന തീരുമാനം ആത്മഹത്യാപരമായിരിക്കും. അനധി വിദൂര ഭാവിയിൽ രാകേഷിന് ആ തെറ്റ് ബോധ്യപ്പെടും. പക്ഷെ രാകേഷ് അത് പറയുന്നുണ്ടല്ലോ, കാരണം എന്റെ തീരുമാനം ഫ്ലെക്സിബിൾ ആണ്, ഉറച്ചതല്ല, കാരണം ഇനിയും തീരുമാനങ്ങൾ. ശരിയാണ്. അതാണ് രാകേഷ് ഇടയ്ക്കിടയ്ക്ക് തീരുമാനങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഉറച്ച തീരുമാനമെടുക്കാൻ രാകേഷിന് കഴിയുന്നില്ല. അതാണ് വിഷയം. അതായത് ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴും ശ്രീരാമകൃഷ്ണൻ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. അവിടെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യം, ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, KPCC ഭാരവാഹികളായ സജി ജോസഫ് ഉണ്ട്, KPC ജനറൽ സെക്രട്ടറിയാണ്, താങ്കളുണ്ട്, KPC ജനറൽ സെക്രട്ടറിയാണ്, താങ്കളെ പോലെയുള്ള, താങ്കളുടെ പേരെടുത്ത് പരാമർശിച്ചാണ് യോഗ്യരായ ആളുകൾ ഉണ്ടായിട്ട് കൂടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തൻ്റെ നിലപാടുകളിൽ ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതകൾ കൽപ്പിക്കാതെ ഏകപക്ഷീയമായിട്ടാണ് സുമാ ബാലകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത്. അത് മുഖവിലക്കെടുക്കേണ്ടതല്ലേ? സുമാ ബാലകൃഷ്ണൻ അവർ KPCC ജനറൽ സെക്രട്ടറിയാ. അതെ അറിയാം. തിരക്കവും പഴക്കമുള്ള ഒരു വനിതാ നേതാവാണ്. അപ്പൊ സുമാ ബാലകൃഷ്ണൻ തന്നെ ആയിരിക്കും മേയർ കാൻഡിഡേറ്റ് എന്ന് നേരത്തെ പത്രം കൊണ്ട് വന്ന കാര്യമാണ്. അപ്പോ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ പെട്ടെന്ന് ആ തീരുമാനം എന്തുകൊണ്ട് വന്നു എന്ന് എനിക്കറിയില്ല. അത് രാകേഷോട് ചോദിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു പുതിയ തീരുമാനം എടുത്തു? അത് രാകേഷോട് ചോദിക്കണം. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാതിരുന്നിട്ട് ചെയ്യാൻ കഴിയാത്ത തീരുമാനമായിരുന്നിട്ട് കൂടി ഇത്രത്തോളം അവസാന നിമിഷവും KC ജോസഫിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ കൊണ്ടുപോയത് എന്തടിസ്ഥാനത്തിൽ? അത് KC ജോസഫിനോട് ചോദിക്കേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞത് അവസാന നിമിഷവും നിങ്ങളിലൊക്കെയാണ് അദ്ദേഹം വിശ്വാസം അർപ്പിച്ചത്, PK രാഗേഷ്. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി. അദ്ദേഹം ഞങ്ങളോട് മാത്രമല്ല കോൺഗ്രസിനോട് മൊത്തം വിശ്വാസം അർപ്പിച്ച ഒരു പാർട്ടി പ്രവർത്തകനാണ് രാകേഷ്. ഞങ്ങളും വിശ്വസിച്ചു രാകേഷ് ഒരിക്കലും കോൺഗ്രസിനെ കൈവിടില്ല, UDFനെ കൈവിടില്ല. പക്ഷെ രാകേഷ് എന്തുകൊണ്ട് ഇത്തരം ഒരു തീരുമാനം എടുത്തു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ആ തെറ്റുകൾ അദ്ദേഹത്തിന് വളരെ വേഗം തന്നെ ബോധ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്ന രാകേഷ് നൽകുന്ന ആ ഒരു മെസ്സേജ് എന്തായാലും കണ്ണൂർ പോലെയുള്ള ആ ഒരു പ്രദേശത്ത് കോൺഗ്രസിനൊരു വെല്ലുവിളി ആകില്ലേ ശ്രീ രാമകൃഷ്ണൻ? എന്തായാലും അത് ചെറിയ തോതിലെങ്കിലും അർത്ഥത്തിലെങ്കിലും സമ്മതിക്കേണ്ടതല്ലേ? ഒരുപാട് നേരിട്ട പ്രസ്ഥാനമല്ലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതുപോലെ ഒരുപാട് വെല്ലുവിളികൾ, പ്രതിസന്ധികൾ എല്ലാം നേരിട്ട് പ്രസ്ഥാനമായി ഇന്ത്യൻ ആ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ മാത്രം കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനം സുശക്തമാണ്, ശക്തമാണ് എന്ന് മാത്രം എനിക്ക് പറയാം. ശ്രീരാമകൃഷ്ണൻ, എന്തായാലും MP ജയരാജൻ കൂടി നമ്മുടെ ചേരുന്നുണ്ടെങ്കിൽ കൂടി ശ്രീരാമകൃഷ്ണൻ, ഇവിടെ LDFിലേക്ക് പിന്തുണ നൽകുന്നു, LDFിന് എന്റെ വോട്ട് LDFിനാണെന്ന് പറയുന്ന ഒരു സാഹചര്യം, അതിനെ എങ്ങനെ കാണുന്നു? എല്ലാവരും രാകേഷ് ആലോചിക്കേണ്ട വിഷയമാണ്. ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുമാണ് ഏറെ പീഡനങ്ങളും മർദ്ദനങ്ങളും അതുപോലെ കഷ്ടതകളും ഒക്കെ രാകേഷ് സഹിച്ചത്. രാകേഷ് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ ഇന്നലെ രാത്രിയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭീകരമായ ഫാസിസ്റ്റ് അക്രമ നരമേധങ്ങൾ സഹിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ്സുകാർ ഓരോ ഇഞ്ചും ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും മുന്നോട്ട് പോകുന്നത്.
ആ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി രാകേഷിന് എത്രമാത്രം സഹകരിക്കാൻ കഴിയുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ശ്രീരാമകൃഷ്ണൻ ദയവായി തുടരുക. അതിന് മറുപടി എം പി ജയരാജൻ പറയേണ്ടതുണ്ട്. ശ്രീ ജയരാജൻ, ഇവിടെ ഇപ്പോൾ പി കെ രാഗേഷ് മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു നിരുപാധിക പിന്തുണ, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? പി രാമകൃഷ്ണന്റെ വാക്കുകൾ കൂടി താങ്കൾ കേട്ട് കാണുമല്ലോ. രാഗേഷ് കോൺഗ്രസിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് കോൺഗ്രസ് പുറത്താക്കിയ ഒരാളാണ്. രാഗേഷ് സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. രാഗേഷ് തോൽപ്പിച്ചത് UDF സ്ഥാനാർത്ഥിയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ 28 സീറ്റുകൾ, ഭൂരിപക്ഷ സീറ്റുകൾ UDF പരാജയപ്പെട്ടു. അത്തരമൊരു സാഹചര്യത്തിൽ ജനഹിതം UDF കോർപ്പറേഷൻ മേയർ ആവാൻ പാടില്ല എന്നാണ്. UDF കോർപ്പറേഷൻ ഭരിക്കാൻ പാടില്ലെന്നാണ്. ആ ജനവികാരവും പ്രവർത്തകന്മാരുടെ അഭിപ്രായവും പരിഗണിച്ചാണ് ശ്രീ പി കെ രാഗേഷ് ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നത്. നിയമപരമായോ ധാർമ്മികമായോ രാഷ്ട്രീയമായോ രാഗേഷ് ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നതിൽ തെറ്റില്ല. പിന്നെ രാഗേഷ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ശ്രീ പി രാമകൃഷ്ണൻ 2 നാൾ മുമ്പ് പറഞ്ഞതുപോലെ തനിക്ക് കോൺഗ്രസിന്റെ സുധാകര വിഭാഗത്തിൽ നിന്നാണ് ഹൃദയവേദനയുണ്ടാക്കുന്ന വിധത്തിലുള്ള മർദ്ദനം നേരിടേണ്ടി വന്നത് എന്നാണ്. അപ്പൊ കോൺഗ്രസിന്റെ മാഫിയ ബന്ധത്തെ ശ്രീ പി രാമകൃഷ്ണൻ എതിർത്തതുപോലെ അത് സുധാകര വിഭാഗം കോൺഗ്രസുകാരാണ്. അതാണ് പുത്തൻകണ്ടത്തെ ബ്ലേഡ് മാഫിയയുമായിട്ടടക്കമുള്ള ബന്ധത്തെ തുടർന്ന് ശ്രീ പി രാമകൃഷ്ണന് DCC ഓഫീസിന്റെ മുമ്പിൽ കുത്തിയിരിക്കേണ്ടി വന്നത്. അത് സുധാകര ഗുണ്ടായുസത്തിനെതിരായി അദ്ദേഹം പൊരുതിയത് കൊണ്ടാണ്. ശ്രീ പി രാമകൃഷ്ണന് CPM ഓഫീസിന് മുമ്പിൽ വന്ന് കുത്തിയിരിക്കേണ്ടി വന്നിട്ടില്ല. ഇതേ അനുഭവം ശ്രീ പി കെ രാഗേഷിനും ഉണ്ടായി. തീർച്ചയായും ശ്രീ പി രാമകൃഷ്ണൻ കോൺഗ്രസിന്റെ നിലപാടുകളെ, കോൺഗ്രസ് പ്രസ്ഥാനത്തെ ന്യായീകരിക്കേണ്ടത് KPCCയുടെ സെക്രട്ടറിമാരിൽ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ച് പറയേണ്ടത് കൈരളി TV ശ്രോതാക്കളോട് ചെയ്യേണ്ടത് ശരിയാണെങ്കിലും ശ്രീ പി രാമകൃഷ്ണൻ ഉൾപ്പെടെ സുധാകര വിഭാഗം കോൺഗ്രസിന്റെ ഗുണ്ടായുസത്തിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. അതാണ് ശ്രീ പി കെ രാഗേഷൻ പറയുന്നത്. അതാണ് പി കെ രാഗേഷിനെ പുറത്താക്കാൻ കാരണം. അതാണ് ശ്രീ പി രാമകൃഷ്ണൻ 2 നാൾ മുമ്പ് KPCC വിശദീകരണ നോട്ടീസ് കൊടുക്കാൻ കാരണം. അതുകൊണ്ട് പി കെ രാഗേഷിന്റെ ഇടതുപക്ഷ പിന്തുണയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹം UDF തോൽപ്പിച്ചാണ് കൗൺസിലറായത്. ജനവികാരം അതാണ് എന്നത് കണക്കിലെടുത്തിട്ടാണ്. അതിനൊരു തെറ്റുമില്ല. ശ്രീ എം വി ജയരാജൻ മടങ്ങിയെത്താം. ശ്രീ പി രാമകൃഷ്ണൻ, അദ്ദേഹം പറഞ്ഞതിൻ്റെ താങ്കളുടെ പരിമിതികൾ ഉൾക്കൊള്ളുക തന്നെ ചെയ്യുന്നു. കാരണം ഒരു പൊതുമാധ്യമത്തിലൂടെ വന്നുള്ള അഭിപ്രായങ്ങളാണ്. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളെങ്കിലും താങ്കൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ പ്രഥമമായി രൂപീകരിക്കുമ്പോൾ ചില പ്രതീക്ഷകളൊക്കെ തന്നെ എന്തായാലും കോൺഗ്രസിനുണ്ടായിരുന്നു. ആ രീതിയിലുള്ള രൂപീകരണ ചർച്ചയിൽ ചില അപവാദങ്ങളൊക്കെ എന്തായാലും പ്രതിപക്ഷമടക്കം ഉന്നയിച്ച സാഹചര്യങ്ങളൊക്കെ താങ്കൾക്ക് ബോധ്യമുള്ളതാണല്ലോ. എന്നിട്ടുകൂടി കാര്യങ്ങൾ ഇത്രത്തോളം എത്തപ്പെട്ടത് സ്വാഭാവികമായും അതിൽ സ്വയം വിമർശനമായി ഉൾക്കൊള്ളേണ്ട പല ഘടകങ്ങളും ഉണ്ടായിരുന്നില്ലേ? ഞാൻ അത്തരം കാര്യങ്ങളെ കുറിച്ചല്ല. അതിനു മുമ്പ് ജയരാജൻ പറഞ്ഞ വളരെ രസകരമായ അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ഒരു സംസാരം ഞാൻ ചോദിക്കുന്നത് ജയരാജനോട്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കുന്നത്. ഞാൻ ഒരൊറ്റ സെക്കൻഡ്, എനിക്ക് കുറച്ച് പ്രയാസം, ഞാൻ പ്രധാനപ്പെട്ട ഒരു ഫോൺ എനിക്ക് വന്നിട്ടുണ്ട്. പി രാമകൃഷ്ണൻ, ശ്രീ എം പി ജയരാജൻ, എന്തായാലും കാര്യങ്ങൾ എന്തായാലും പി രാമകൃഷ്ണനും ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിമിതികൾ, KPCC ജനറൽ സെക്രട്ടറിയാണ്, ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. മാത്രമല്ല അതേ ഭാരവാഹിത്വം വഹിക്കുന്ന സുമാ ബാലകൃഷ്ണൻ അതേ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ കാര്യങ്ങൾ കോൺഗ്രസിന് കൂടുതൽ സുഖകരമല്ലാത്തൊരവസ്ഥയിലേക്കാണോ പോകുന്നത്? അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. പ്രഥമ കോർപ്പറേഷനാണ്. അതിൻ്റെ രൂപീകരണം സംബന്ധിച്ച് ഉന്നയിച്ച ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. ഇതൊക്കെ ആയിട്ടുകൂടി അവസാന നിമിഷത്തിലേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. എന്ത് സൂചനയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്? ജില്ലയിലെ പ്രത്യേകിച്ച് സുധാകരനുള്ള ഏറ്റവും നല്ല സന്ദേശമാണ് എന്തായാലും A ഗ്രൂപ്പിൽ ഈ പറയുന്ന KC ജോസഫ് അടക്കം വന്ന് ചർച്ചകൾ നടത്തിയെങ്കിലും ഉള്ളിൽ പല കാര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഉള്ളാലെ ചിരിക്കുന്ന ആളുകളടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് മെസ്സേജ് ആയിരിക്കും കോൺഗ്രസ് നൽകിയിരിക്കുന്നത്? ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രഥമ കോർപ്പറേഷൻ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പില് കേരളത്തിലാകെ കോൺഗ്രസിന് ദയനീയമായ തിരിച്ചടിയുണ്ടായി. ഭരണത്തെ വിലയിരുത്തലാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
കേരളത്തിലെ ജനങ്ങളാകെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഭരണത്തെ വിലയിരുത്തി. ഇതാദ്യമായിട്ടാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ആകെ വിലയിരുത്തുന്നത്. ഈ ഭരണം കൊള്ളരുതാത്ത ഭരണമാണ്, അഴിമതി ഭരണമാണ്, ഈ ഭരണം ഞങ്ങൾക്ക് വേണ്ട. അതാണ് തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ജനവികാരം. കണ്ണൂരിലാണെങ്കിൽ പ്രഥമ കോർപ്പറേഷൻ കോൺഗ്രസിന്റെ മേയർ വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ചതാണ്. ആ കോർപ്പറേഷനാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിലെ മൊത്തം തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 71-ൽ 52 ഇടതുപക്ഷമാണ്. 11 ബ്ലോക്ക് പഞ്ചായത്ത് ഉള്ളതിൽ 11 ബ്ലോക്ക് പഞ്ചായത്തും ഇടതുപക്ഷമാണ്. ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷമാണ്. മുനിസിപ്പാലിറ്റികളിൽ ഭൂരിപക്ഷം ഇടതുപക്ഷമാണ്. കോർപ്പറേഷൻ ഇടതുപക്ഷമാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നില വളരെ പരിങ്ങലിലായി. 31% സീറ്റാണ് അവർക്കുള്ളത്. ആകെ 1683 സീറ്റിൽ 65% സീറ്റും ഇടതുപക്ഷത്തിനാണ്. കോൺഗ്രസിന് ആകെയുള്ളത് 31% സീറ്റാണ്. വോട്ടിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ വോട്ടാണ് BJPക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത്. കോൺഗ്രസിന്റെ വോട്ട് ഗണ്യമായി BJP പിടിച്ചു. അങ്ങനെയൊരു ദയനീയ പതനത്തിലേക്ക് സുധാകരൻ നയിക്കുന്ന കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയമായി തന്നെ താഴോട്ട് പോയി. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവാനിടയുണ്ടെന്ന് ശ്രീ PK രാഗേഷും ശ്രീ P രാമകൃഷ്ണൻ പോലുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരാഴ്ച മുമ്പ് ശ്രീ P രാമകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് കോൺഗ്രസിന്റെ ദയനീയമായ ജില്ലയിലെ തിരിച്ചടിക്ക് കാരണം സുധാകര വിഭാഗം കോൺഗ്രസ് നടത്തുന്ന ഏകപക്ഷീയമായ നടപടിയും ഗുണ്ടായിസവുമാണ്. ഇത് തന്നെയാണ് PK രാഗേഷും വ്യക്തമാക്കിയത്. അപ്പോ രാഗേഷിനെ പുറത്താക്കി, P രാമകൃഷ്ണന് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു. അപ്പോ അവരുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കുന്നു. ശ്രീ P രാമകൃഷ്ണന് കൈരളി ചർച്ചയിൽ വന്നിട്ട് കോൺഗ്രസിന്റെ വഴിവീഴ്ച നീക്കത്തിനെതിരായി മുൻപ് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഇപ്പോൾ മറുപടി കൊടുക്കുന്നതേ ഉള്ളൂ. അത് വ്യക്തമാണ്. ശ്രീ ജയരാജൻ, ഒരു കാര്യം കൂടി, കാരണം ഇവിടെ ഇപ്പോൾ PK രാഗേഷ് നിങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം, ഏതെങ്കിലും ഒരു ചർച്ച LDF-മായോ CPM നേതൃത്വമായിട്ടോ ഈ പറയുന്ന രാഗേഷ് നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആ അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് മുതിർന്നിട്ടുണ്ടോ? അത് രാഗേഷ് തന്നെ വ്യക്തമാക്കിയല്ലോ. ഇടതുപക്ഷമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന്. ഇന്നലെ രാഗേഷ് പറഞ്ഞെന്താ, ഞാൻ ഇപ്പോഴും കോൺഗ്രസുകാരനായിട്ടാണ് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്ന സമീപനം തെറ്റാണ്. സുധാകരൻ ചില ഔദാര്യങ്ങൾ വെച്ച് നീട്ടി. ആ ഔദാര്യം എനിക്ക് വേണ്ട. ഇടതുപക്ഷത്തിന്റെ ഔദാര്യം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇടതുപക്ഷം ശ്രീ രാഗേഷിനോട് സ്വീകരിക്കുന്ന സമീപനം ഒരു രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ഇടതുപക്ഷം സ്വീകരിച്ച സമീപനം എന്താ? രാഗേഷ് UDF-നെ തോൽപ്പിച്ച് കൗൺസിലറായി. 28 കൗൺസിലർമാരും UDF-നെതിരാണ്. അപ്പൊ പിന്നെ ഭൂരിപക്ഷം UDF അല്ല, ജനവികാരവും UDF കണ്ണൂർ മഹാനഗരം ഭരിക്കാൻ പാടില്ലെന്നാണ്. ഈ ഒരു ചിന്തയാണ് രാഷ്ട്രീയമായി ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. ആ ചിന്തയോടൊപ്പം രാഗേഷും അണിചേർന്നു. ഇതാണിപ്പോ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇതൊരു കച്ചവടമല്ല. നേരത്തെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള കുറുക്കുവഴികൾ തേടിയിട്ടില്ല. അന്തസ്സായ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ രാഗേഷ് സ്വീകരിച്ചതും ഇടതുപക്ഷം അതിനെ സ്വാഗതം ചെയ്തത്. വളരെ നന്ദി ശ്രീ MV ജയരാജൻ. ഈ ഘട്ടത്തിൽ PK രാഗേഷിന്റെ നിലപാടിനോടും ഒപ്പം തന്നെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനങ്ങളോടും കോൺഗ്രസ് നേതൃത്വത്തിന് PK രാഗേഷ് നൽകിയ മെസ്സേജിനും മറുപടി നൽകിയതിന് ഒപ്പം P രാമകൃഷ്ണൻ.